ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. LDC 2024 വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായുള്ള ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിൻ്റെ 131ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാവരും പ്രാക്ടീസ് ചെയ്തതിന് ശേഷം എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കൂടെ ചെയ്യണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ കിരീടം നേടിയ ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 കണ്ണൂർ ജില്ല. ആൻസർ ഓപ്ഷൻ 2 കണ്ണൂർ ജില്ല. 2. 2023 ദേശീയ പഞ്ചായത്ത് അവാർഡുകളിൽ രാജ്യത്തെ മികച്ച ശിശു സൗഹൃദ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 ചെറുതന. ആൻസർ ഓപ്ഷൻ 3 ചെറുതന. 3. കേരളത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് രാജ്യത്തെ ഇത്തരത്തിലെ എത്രാമത്തെ സർവീസ് ആണ്? ആൻസർ ഓപ്ഷൻ 1 14ാമത്തെ. ആൻസർ ഓപ്ഷൻ 1 14ാമത്തെ. 4. ശബരിമല വിമാനത്താവളം നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ലഭിച്ച ചെറുവള്ളി എസ്റ്റേറ്റ് ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ 4 കോട്ടയം ജില്ല. ആൻസർ ഓപ്ഷൻ 4 കോട്ടയം ജില്ല. 5. 2023 സംഭവിച്ച താനൂർ ബോട്ടപകടം അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ആരാണ്? ആൻസർ ഓപ്ഷൻ 2 ജസ്റ്റിസ് VK മോഹനൻ കമ്മീഷൻ. ആൻസർ ഓപ്ഷൻ 2 ജസ്റ്റിസ് VK മോഹനൻ കമ്മീഷൻ. 6. നീതി ആയോഗിൻ്റെ ബഹുതല ദാരിദ്ര്യ സൂചിക പ്രകാരം രാജ്യത്ത് ദരിദ്രർ ഇല്ലാത്ത ഏക ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 എറണാകുളം ജില്ല. ആൻസർ ഓപ്ഷൻ 3 എറണാകുളം ജില്ല. 7th ക്വസ്റ്റ്യൻ, സമഗ്ര കാർഷിക വികസനം, കർഷകരുടെ വരുമാന വർധന എന്നിവ ലക്ഷ്യമിട്ട് നിലവിൽ വന്ന കമ്പനി ഏതാണ്? ആൻസർ ഓപ്ഷൻ 1 കേരള അഗ്രോ ബിസിനസ് കമ്പനി. ആൻസർ ഓപ്ഷൻ 1 കേരള അഗ്രോ ബിസിനസ് കമ്പനി. 8ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിച്ച ഏത് സംവിധാനമാണ് ബാരോസ്? ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിച്ച ഏത് സംവിധാനമാണ് ബാരോസ്? ആൻസർ ഓപ്ഷൻ 4 മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ആൻസർ ഓപ്ഷൻ 4 മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. 9. 2023 രൂപം കൊള്ളലിൻ്റെ 50 വർഷങ്ങൾ പൂർത്തിയാക്കിയ വന്യജീവി സംരക്ഷണ പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 പ്രോജക്റ്റ് ടൈഗർ. ആൻസർ ഓപ്ഷൻ 2 പ്രോജക്റ്റ് ടൈഗർ. 10. രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ സ്ഥാപിച്ചത് എവിടെയാണ്? രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ സ്ഥാപിച്ചത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ 3 ഹൈദരാബാദ്. ആൻസർ ഓപ്ഷൻ 3 ഹൈദരാബാദ്. 11. വിഘാടകർ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ഏതാണ്? വിഘാടകർ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ 1 ഫംഗസ്. ആൻസർ ഓപ്ഷൻ 1 ഫംഗസ്. 12ാമത്തെ ക്വസ്റ്റ്യൻ, കടൽ മത്സ്യങ്ങളുടെ തലയിൽ അടങ്ങിയിട്ടുള്ള പ്രധാന പോഷകം ഏതാണ്? കടൽ മത്സ്യങ്ങളുടെ തലയിൽ അടങ്ങിയിട്ടുള്ള പ്രധാന പോഷകം ഏതാണ്? ആൻസർ ഓപ്ഷൻ 4 അയഡിൻ. ആൻസർ ഓപ്ഷൻ 4 അയഡിൻ. 13. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഇല്ലാതിരുന്നതും ഇപ്പോഴുള്ളതുമായ ഭാഗം ഏതാണ്? ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഇല്ലാതിരുന്നതും ഇപ്പോഴുള്ളതുമായ ഭാഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 മൗലിക കടമകൾ. ആൻസർ ഓപ്ഷൻ 2 മൗലിക കടമകൾ. 14. ഒരു രാഷ്ട്രീയ പൊതുവേദിയിൽ ആദ്യമായി വന്ദേമാതരം ആലപിച്ചത് ആരാണ്? ഒരു രാഷ്ട്രീയ പൊതുവേദിയിൽ ആദ്യമായി വന്ദേമാതരം ആലപിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ 3 രവീന്ദ്രനാഥ ടാഗോർ.
ആൻസർ ഓപ്ഷൻ 3 രവീന്ദ്രനാഥ ടാഗോർ. 15 ബാലവേല നിരോധനം ഏത് മൗലികാവകാശത്തിൻ്റെ ഭാഗമാണ്? ബാലവേല നിരോധനം ഏത് മൗലികാവകാശത്തിൻ്റെ ഭാഗമാണ്? ആൻസർ ഓപ്ഷൻ 1 ചൂഷണത്തിനെതിരായ അവകാശം. ആൻസർ ഓപ്ഷൻ 1 ചൂഷണത്തിനെതിരായ അവകാശം. 16 പൊതു താൽപ്പര്യവും ഇതര രാഷ്ട്രങ്ങളുമായുള്ള സൗഹൃദവും കണക്കിലെടുത്ത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ ഏത് ഭരണഘടനാ ഭേദഗതിയുടെ ലക്ഷ്യമായിരുന്നു? ആൻസർ ഓപ്ഷൻ 1 ഒന്നാം ഭേദഗതി. ആൻസർ ഓപ്ഷൻ 1 ഒന്നാം ഭേദഗതി. 17 കൂറുമാറ്റ നിരോധന നിയമം ഭരണഘടനയുടെ ഏത് പട്ടികയിലെ വിഷയമാണ്? കൂറുമാറ്റ നിരോധന നിയമം ഭരണഘടനയുടെ ഏത് പട്ടികയിലെ വിഷയമാണ്? ആൻസർ ഓപ്ഷൻ 2 10-ാം പട്ടിക. ആൻസർ ഓപ്ഷൻ 2 10-ാം പട്ടിക. 18 ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം 21-ൽ നിന്ന് 18 വയസ്സായി കുറച്ച വർഷം ഏതാണ്? ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം 21-ൽ നിന്ന് 18 വയസ്സായി കുറച്ച വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 1989. ആൻസർ ഓപ്ഷൻ 3 1989. 19 ഇന്ത്യയിൽ ആദ്യമായി താൽക്കാലിക പ്രധാനമന്ത്രി സ്ഥാനം വഹിച്ചതാര്? ഇന്ത്യയിൽ ആദ്യമായി താൽക്കാലിക പ്രധാനമന്ത്രി സ്ഥാനം വഹിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ 1 ഗുൽസാരിലാൽ നന്ദ. ആൻസർ ഓപ്ഷൻ 1 ഗുൽസാരിലാൽ നന്ദ. 20 തേക്കടി തടാകത്തിന് രൂപം നൽകുന്ന അണക്കെട്ട് ഏതാണ്? തേക്കടി തടാകത്തിന് രൂപം നൽകുന്ന അണക്കെട്ട് ഏതാണ്? ആൻസർ ഓപ്ഷൻ 4 മുല്ലപ്പെരിയാർ അണക്കെട്ട്. ആൻസർ ഓപ്ഷൻ 4 മുല്ലപ്പെരിയാർ അണക്കെട്ട്. 21 പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 കൊല്ലം ജില്ല. ആൻസർ ഓപ്ഷൻ 2 കൊല്ലം. 22 ചുവടെ പറയുന്നവയിൽ ഉൾനാടൻ ജലാശയം ഏതാണ്? ചുവടെ പറയുന്നവയിൽ ഉൾനാടൻ ജലാശയം ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 വെള്ളായണിക്കായൽ. ആൻസർ ഓപ്ഷൻ 3 വെള്ളായണിക്കായൽ. 23 ഗോത്രവർഗ കലാരൂപമായ ഗദ്ദികയ്ക്ക് പ്രചാരമുള്ള ജില്ല ഏതാണ്? ഗോത്രവർഗ കലാരൂപമായ ഗദ്ദികയ്ക്ക് പ്രചാരമുള്ള ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ 1 വയനാട് ജില്ല. ആൻസർ ഓപ്ഷൻ 1 വയനാട് ജില്ല. 24 3 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കേരളത്തിലെ കായൽ ഏതാണ്? 3 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കേരളത്തിലെ കായൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ 4 വേമ്പനാട്ട് കായൽ. ആൻസർ ഓപ്ഷൻ 4 വേമ്പനാട്ടു കായൽ. 25 കൊട്ടിയൂർ വന്യജീവി സങ്കേതം ഏതു ജില്ലയിലാണ്? കൊട്ടിയൂർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏതു ജില്ലയിലാണ്? ആൻസർ ഓപ്ഷൻ 2 കണ്ണൂർ ജില്ല. കൊട്ടിയൂർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിലാണ്. 26 ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്ന് ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ 3 ബാലഗംഗാധര തിലകൻ. ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകനാണ്. 27 സ്ത്രീകളുടെ പദവി ഉയർത്താനായി അവർക്ക് സ്വത്തിന്മേൽ അവകാശം നൽകണമെന്ന് ആവശ്യപ്പെട്ടത് ആരാണ്? ആൻസർ ഓപ്ഷൻ 1 രാജാറാം മോഹൻ റോയ്. ആൻസർ ഓപ്ഷൻ 1 രാജാറാം മോഹൻ റോയ്. 28 പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പാക്കിയ ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ്? ആൻസർ ഓപ്ഷൻ 4 ലിട്ടൻ പ്രഭു. ആൻസർ ഓപ്ഷൻ 4 ലിട്ടൻ പ്രഭു. 29 നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഗാന്ധിജിയുടെ മരണത്തിൽ അനുശോചിച്ച് ഇപ്രകാരം പറഞ്ഞത് ആരാണ്?
ആൻസർ ഓപ്ഷൻ 2 ജവഹർലാൽ നെഹ്റു. ആൻസർ ഓപ്ഷൻ 2 ജവഹർലാൽ നെഹ്റു. 30. ഉഷ്ണകാലത്ത് രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് ഉത്തരേന്ത്യൻ സമതലങ്ങളിലേക്ക് വീശുന്ന ഉഷ്ണക്കാറ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 ലൂ. ആൻസർ ഓപ്ഷൻ 3 ലൂ. 31. രജിസ്റ്റേർഡ് തപാൽ കൊറിയർ സേവനങ്ങൾക്ക് 2023 നവംബർ 1 മുതൽ ഏർപ്പെടുത്തിയ GST നിരക്ക്. ആൻസർ ഓപ്ഷൻ 1 18%. ആൻസർ ഓപ്ഷൻ 1 18%. 32. ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത. ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത. ആൻസർ ഓപ്ഷൻ 4 NH 85. ആൻസർ ഓപ്ഷൻ 4 NH 85. 33. തീരദേശ ദൈർഘ്യത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രാമതാണ്? ആൻസർ ഓപ്ഷൻ 2 5-ാം സ്ഥാനം. ആൻസർ ഓപ്ഷൻ 2 5-ാം സ്ഥാനം. 34. കിഴക്കോട്ട് ഒഴുകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 കബനി. ആൻസർ ഓപ്ഷൻ 2 കബനി. 35. കേരളത്തിൻ്റെ ഏറ്റവും തെക്കേയറ്റത്തെ വന്യജീവി സങ്കേതം. കേരളത്തിൻ്റെ ഏറ്റവും തെക്കേയറ്റത്തെ വന്യജീവി സങ്കേതം. ആൻസർ ഓപ്ഷൻ 3 നെയ്യാർ. ആൻസർ ഓപ്ഷൻ 3 നെയ്യാർ. 36. ഹരിത കേരളം മിഷൻ ഉദ്ഘാടനം ചെയ്ത വർഷം. ഹരിത കേരളം മിഷൻ ഉദ്ഘാടനം ചെയ്ത വർഷം. ആൻസർ ഓപ്ഷൻ 1 2016. ആൻസർ ഓപ്ഷൻ 1 2016. 37. കേരള സർവകലാശാലയ്ക്ക് കീഴിലുള്ള കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ 4 പന്നിയൂർ. ആൻസർ ഓപ്ഷൻ 4 പന്നിയൂർ. 38. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 മണിയാർ. ആൻസർ ഓപ്ഷൻ 2 മണിയാർ. 39. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരം. ആൻസർ ഓപ്ഷൻ 2 കോഴിക്കോട് ജില്ല. ആൻസർ ഓപ്ഷൻ 2 കോഴിക്കോട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 40. 2023 കേരള പുരസ്കാരങ്ങളിൽ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ 2 ടി പത്മനാഭൻ. ആൻസർ ഓപ്ഷൻ 2 ടി പത്മനാഭൻ. താങ്ക് യു.